രാജ്യത്തെ ആദ്യ വയോജന കമ്മീഷൻ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമായി. കെ സോമപ്രസാദ് ചെയർപേഴ്സണായ 5-അംഗ കമ്മീഷൻ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ സ്ഥാനം ഏറ്റെടുത്തു. വയോജനങ്ങളുടെ ജീവിതത്തിൽ കാതലായ മാറ്റം കൊണ്ടുവരാൻ കമ്മീഷന് സാധിക്കട്ടെ എന്ന് മന്ത്രി ആർ ബിന്ദു ആശംസിച്ചു. വയോജന രംഗത്ത് LDF സർക്കാർ മുന്നോട്ട് വെച്ച വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയാണ് രാജ്യത്താദ്യമായി കേരളത്തിൽ വയോജന കമ്മീഷൻ സ്ഥാനമേൽക്കുന്നത്. മുൻ രാജ്യസഭാംഗവും കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലടക്കം പല മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ അർപ്പിച്ച സാമൂഹ്യ പ്രവർത്തകനുമായ കെ സോമപ്രസാദ് ചെയർപേഴ്സണായ 5-അംഗ കമ്മീഷനാണ് ചുമതല ഏറ്റെടുത്തത്. അമരവിള രാമകൃഷ്ണൻ, EM രാധ, KNK നമ്പൂതിരി, പ്രൊഫസർ ലോപ്പസ് മാത്യു എന്നിവരാണ് ബാക്കി അംഗങ്ങൾ. രാജ്യചരിത്രത്തിൽ ആദ്യമായാണ് വയോജന കമ്മീഷൻ നിലവിൽ വരുന്നതെന്നും വയോജനങ്ങളുടെ ജീവിതത്തിൽ കാതലായ മാറ്റം കൊണ്ടുവരാൻ കമ്മീഷന് സാധിക്കട്ടെയെന്നും മന്ത്രി ആർ ബിന്ദു ആശംസിച്ചു. ക്രൂരമായ പീഡനങ്ങളും ചില വീട്ടകങ്ങളിൽ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നുള്ളത് അത്യന്തം ദുഃഖകരമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു വയോജന കമ്മീഷൻ അനിവാര്യമാണ് എന്ന് കണ്ടുകൊണ്ടാണ് സാമൂഹിക നീതി വകുപ്പ് അത്തരമൊരു ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കാനായി തയ്യാറായത്. വലിയ രീതിയിലുള്ള പ്രയാസങ്ങളിലൂടെയും വിവേചനങ്ങളിലൂടെയും കടന്നുപോകുന്ന വയോജനങ്ങൾ സന്തോഷകരവും ശാന്തിപൂർണവുമായ ഒരു ജീവിത സായന്തനത്തിലെ സ്വസ്ഥത അനുഭവിക്കുന്ന വിധത്തിൽ അവരുടെ ജീവിതം ക്രമീകരിക്കുന്ന പ്രവർത്തനം ഏറ്റവും ചടുലതയോടെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വയോജന കമ്മീഷൻ കൂടി കടന്നു വരുന്നതോടെ സാധ്യമാകുമെന്ന് കരുതുകയാണ്. ചടങ്ങിൽ മന്ത്രി OR കേളു, ആന്റണി രാജു MLA, സാമൂഹ്യനീതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അദീല അബ്ദുള്ള IAS, ഡയറക്ടർ അരുൺ S നായർ തുടങ്ങിയവരും പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.